എല്ലാവർക്കും മൈൻഡ് എൻചാന്റിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടക്കുമോ എന്നാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇവിടെ പറയാനുള്ളത് മെസ്സേജസ് പോസിറ്റീവ്സും നെഗറ്റീവ്സും വരാം. നിങ്ങൾ പോസിറ്റീവ്സ് മാത്രം എടുക്കുക കേട്ടോ. പിന്നെ കൂടുതൽ പേർക്കും ഇത് റെസനേറ്റ് ആവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയുള്ളതൊക്കെ ചെയ്യുക കേട്ടോ. അങ്ങനെ ഒരു എനർജി എക്സ്ചേഞ്ചിൻ്റെ ആവശ്യമുണ്ട് മെസ്സേജസൊക്കെ ഒന്ന് റെസനേറ്റ് ആവാൻ. അതുകൊണ്ടാണ് പിന്നെ നിങ്ങളുടെ ഇൻറ്റൻഷൻ എനർജി എന്താണെന്നാണ് ഇവിടെ നോക്കുന്നത്. ലവേഴ്സ് എന്ന കാർഡാണ് വന്നത് കേട്ടോ. പിന്നീട് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടോ നോക്കുമ്പോൾ നമുക്ക് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഹിഡൻ ബ്ലോക്ക് എന്താണെന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്. എന്താണ് ബ്ലോക്ക് എന്ന് നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം തന്നെ നമുക്ക് ലവേഴ്സ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ലവേഴ്സ് എന്ന കാർഡ് വന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങളുടെ ഹാർട്ടിൽ നിന്നും വന്നതാണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് അതിൽ ഒരു സത്യമുണ്ട് എന്ന് തന്നെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു ശക്തമായ ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾക്ക് അതിനോട്ടുള്ളതായിട്ടും ഇവിടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അത്ര നാളായിട്ട് അല്ലെങ്കിൽ അത്ര ഒരു അതിയായ ആഗ്രഹം നിങ്ങൾക്ക് അതിനോട്ടുള്ളതായിട്ടാണ് എനിക്ക് കാണുന്നത് കേട്ടോ. പിന്നീട് നമുക്ക് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഇത് വരുമ്പോൾ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഇപ്പോൾ കുറച്ച് കുറവായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു പേടിയുണ്ട്, എനിക്കിത് കിട്ടില്ലേ, നഷ്ടപ്പെടുമോ, അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലിപ്പോൾ വിചാരിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. പക്ഷേ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹോപ്പ് നഷ്ടപ്പെടുത്തരുത്. കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇതിലൊരു സപ്പോർട്ട് ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. പിന്നീട് നമുക്ക് എന്താണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ബ്ലോക്ക് എന്ന് നോക്കുമ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ബ്ലോക്ക് നിങ്ങളിൽ തന്നെയാണെന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ഇപ്പോൾ ഒരുപാട് ഇമോഷൻസ് നിങ്ങളിതിന് കൊടുക്കുന്നുണ്ട്, അതും ഒരു ബ്ലോക്കായി മാറിയിരിക്കുകയാണ്. നിങ്ങളിതിനെക്കുറിച്ച് ഒരുപാട് ഇമാജിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രവൃത്തിയിൽ അത് കാണാനില്ല. നമുക്കിവിടെ ഒരു വെയിറ്റിംഗ് മോഡിലാണ് നിങ്ങളിപ്പോഴുള്ളത്. ഇപ്പോഴും നിങ്ങൾ ഇതിന് ഒരുപാട് ഫീലിങ്സ് നിങ്ങൾക്ക് അതിനോട്ടുണ്ടെങ്കിൽ പോലും അതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അപ്പം നിങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു ആക്ഷൻ ഇവിടെ ആവശ്യമുണ്ട് കേട്ടോ. അതാണ് ഒരു പ്രധാന ബ്ലോക്ക്. പിന്നീട് നമുക്ക് പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് വരുമ്പോൾ എന്താണ് ഇപ്പം നിങ്ങളിവിടെ ചെയ്യേണ്ടത്, ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു മനസ്സോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഈഗോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കണം, സിൻസിയറായിട്ട് ഇതിനു വേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു സ്മോൾ സ്റ്റെപ്പ് ഇതിനു വേണ്ടി നിങ്ങൾ എടുത്തു വെക്കണം. അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് ചില കമ്മ്യൂണിക്കേഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം കേട്ടോ. പിന്നെ യാതൊരു എക്സ്പെക്റ്റേഷനും നിങ്ങൾ ഇതിൽ വെക്കരുത്. എക്സ്പെക്റ്റേഷൻ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആക്ഷൻസ് വേണ്ടി വരും. അതുപോലെ നിങ്ങൾക്ക് ചില പേടികളുണ്ട്, അതൊക്കെ നിങ്ങൾ മാറ്റണം എന്നാണ് ഇവിടെ കാണുന്നത്. പിന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. എന്ത് ആണ് നിങ്ങൾക്ക് ഈ കാര്യം നടക്കുമോ ഇല്ലയോ, എന്ത് ഔട്ട്കമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് നോക്കുമ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു എന്താ പറയുക, സ്ലോ ആയിട്ടാണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും എന്ന് തന്നെ ഈ ഒരു കാർഡ് വരുമ്പോൾ ഇവിടെ മനസ്സിലാക്കാം.
ഒരു ലോങ് ടേമിലേക്ക് തന്നെ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാനും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും കഴിയും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ബാക്കി എല്ലാം തന്നെ കറക്റ്റായിട്ട് വരാനുള്ളൊരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു വസ്തുവും ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും ആവാം കേട്ടോ. എന്താണെങ്കിലും അത് നല്ല രീതിയിൽ നടക്കും. അത് നടന്നാൽ നിങ്ങൾക്ക് കുറേ കാലത്തേക്ക് അത് നന്നായി ഇരിക്കും എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാവുന്നത്. പിന്നീട് നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ഇത് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആഗ്രഹം നിങ്ങളുടെ എപ്പം നടക്കുന്ന നോക്കുമ്പോൾ ഇതിന് നമുക്ക് ഇവിടെ ഒരു ടൈമൊന്നും പറയാൻ കഴിയില്ല. കാരണം ഇതൊരു ഡിവൈൻ്റെ തീരുമാനമാണ്. അത് ഡിവൈനാണ് തീരുമാനിക്കുന്നത്. ഇതിൻ്റെ കൺട്രോള് നിങ്ങളുടെ കയ്യിലല്ല എന്ന് തന്നെ മനസ്സിലാക്കാം. പക്ഷേ എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത് കേട്ടോ. അതായത് ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റം വന്ന് കാര്യങ്ങളൊക്കെ ശരിയാവും എന്ന് തന്നെ പറയാം. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.